عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം അനുധാവനം ചെയ്യണമെന്ന് ആമുഖമായി ഓർമ്മിപ്പിക്കുകയാണ്. പ്രാർത്ഥനയുടെ ആദാബുകളും ശുറൂത്തുകളും എന്ന വിഷയത്തിലുള്ള ചർച്ചയിൽ വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ നമ്മൾ സൂചിപ്പിച്ചു. ഏറ്റവും ഒടുവിലായി ദുആക്ക് ഉത്തരം ലഭിക്കുന്ന ചില പ്രധാനപ്പെട്ട സന്ദർഭങ്ങളും സമയങ്ങളും ഏതാണ് എന്ന ചർച്ചയിലായിരുന്നു നമ്മൾ ഉണ്ടായിരുന്നത്. അതിൽ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നത്, ഒന്ന്, ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടക്ക് ചെയ്യുന്ന ദുആ. രണ്ട്, ദുആ ഉൽ മുസാഫിർ, യാത്രക്കാരന്റെ ദുആ. മൂന്ന്, അതിനോടനുബന്ധമായിക്കൊണ്ട് മദ്ലൂമിന്റെ ദുആ. അതേപോലെ തന്നെ യൂനുസ് നബി അലൈഹിസ്സലാം അദ്ദേഹം അള്ളാഹുവിനോട് ചെയ്ത വിശുദ്ധ ഖുർആനിൽ എടുത്തുദ്ധരിച്ച അദ്ദേഹത്തിന്റെ ദുആ. അതേപോലെ തന്നെ രാത്രി ഉറക്കത്തിൽ നിന്നും ഉണരുന്ന ഒരാൾ, അയാൾ ആ പഠിപ്പിക്കപ്പെട്ട ദുആ ചൊല്ലിയാൽ അയാൾക്ക് അതിന് ഉത്തരം കിട്ടും എന്ന് പറഞ്ഞിട്ടുള്ള ദുആ. ഇത്രയുമാണ് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി അതിൽ ചിലത് കൂടി നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്, അതല്ലെങ്കിൽ പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടുമെന്ന് പ്രത്യേകമായി പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള ചില സന്ദർഭങ്ങൾ കൂടി വിശദീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതിലൊന്ന്, വെള്ളിയാഴ്ചയെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അന്ന് പ്രത്യേകമായ വെള്ളിയാഴ്ച ഒരു സമയമുണ്ട്. ആ സമയത്ത് ആര് അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നുവോ അത് അള്ളാഹു സ്വീകരിക്കും, അള്ളാഹു അത് സ്വീകരിക്കാതിരിക്കുകയില്ല. ഇതാണ് ഹദീസ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണ്. ആ ഹദീസിലുള്ളത് അബൂ ഹുറൈറ റളിയല്ലാഹുവിൽ നിന്ന് നിവേദനം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദക്കറ യൗമൽ ജുമുഅത്തി, വെള്ളിയാഴ്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ദിവസത്തെക്കുറിച്ച് സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തത്, ഫീഹി സഅത്തുൻ ലാ യുവാഫിഖുഹാ അബ്ദുൻ മുസ്ലിമുൻ വഹുവ ഖായിമുൻ യുസല്ലി യസ്അലുല്ലാഹ തആല ശൈഅൻ ഇല്ലാ അഅതാഹു ഇയ്യാഹ്. ഫീഹി സഅത്തുൻ, വെള്ളിയാഴ്ച ആ ദിവസത്തിൽ ഒരു സമയമുണ്ട്. ലാ യുവാഫിഖുഹാ അബ്ദുൻ മുസ്ലിമുൻ വഹുവ ഖായിമുൻ യുസല്ലി യസ്അലുല്ലാഹ തആല ശൈഅൻ, നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മുസ്ലിമായ ഒരു മനുഷ്യൻ ആ സമയത്ത് അള്ളാഹുവിനോട് ഷൈഅൻ, വല്ലതും ചോദിച്ചാൽ, യസ്അലുല്ലാഹ തആല ഷൈഅൻ,
ഇല്ല അഅ്താഹു ഇയ്യാഹു, അള്ളാഹു അവനത് കൊടുത്തിട്ടല്ലാതെ. ഇതാണ് ഹദീസിലുള്ളത്. ഹദീസിന്റെ ബാക്കി ഭാഗത്ത് കാണാം അശാറ ബിയദിഹി യുഖല്ലിലുഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈകൊണ്ട് ആംഗി കാണിച്ചു. അത് വളരെ കുറഞ്ഞ സമയം മാത്രമാണ്. ആ ഒരു സമയത്ത് ഒരു മുസ്ലിം അവന്റെ അള്ളാഹുവിനോട് തന്റെ റബ്ബിനോട് എന്താണോ ചോദിക്കുന്നത്, ആ ഹദീസിൽ വന്നത് ഇല്ല അഅ്താഹു ഇയ്യാഹു, ആ ചോദിച്ചത് അള്ളാഹു അവന് നൽകിയിട്ടല്ലാതെ. ഹദീസ് മുത്തഫഖുൻ അലൈഹിയാണ്. ബുഖാരി ഉദ്ധരിച്ചിട്ടുണ്ട്, മുസ്ലിം ഉദ്ധരിച്ചിട്ടുണ്ട്. മുസ്ലിമിന്റെ ഒരു റിപ്പോർട്ടില് അത് അങ്ങനെ തന്നെ കൊടുത്തിട്ടുള്ളത് വഹിയ സഅത്തുൻ ഖഫീഫ എന്ന് തന്നെ കൊടുത്തിട്ടുണ്ട്. വഹിയ സഅത്തുൻ ഖഫീഫ, അത് വളരെ ചെറിയ ഒരു സമയം മാത്രമാണ്. ആ സമയത്ത് അള്ളാഹുവിനോട് എന്താണോ ചോദിക്കുന്നത് അത് അള്ളാഹു അവന് നൽകിയിട്ടല്ലാതെ, അള്ളാഹു അവനത് കൊടുത്തിട്ടല്ലാതെ. അപ്പൊ ഇതാണ് വെള്ളിയാഴ്ചയെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഇത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്നതാണ്. അപ്പൊ നമ്മുടെ വിഷയത്തിൽ ഇതുകൂടി മനസ്സിലാക്കണം. ഇങ്ങനെ ഒരു സമയമുണ്ട്. ആ സമയത്ത് അള്ളാഹുവിനോട് ചോദിച്ചാൽ അള്ളാഹു അത് അവന് കൊടുക്കാതിരിക്കുകയില്ല. അത് വളരെ ചുരുങ്ങിയ ഒരു സമയമാണ്. ആ സമയത്ത് അള്ളാഹുവിനോട് ചോദിച്ചാൽ അള്ളാഹു അവന് എന്താണോ ചോദിച്ചത് അത് കൊടുക്കും എന്നുള്ളതാണ്. ഇനി ഏതാണ് ആ സമയം? ആ സമയം ഏതാണ് എന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഏതാണ്ട് 40ഓളം അഭിപ്രായങ്ങൾ ആ വിഷയത്തിൽ പണ്ഡിതന്മാരെടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. 40ഓളം അഭിപ്രായങ്ങൾ കാണാം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് 2 അഭിപ്രായങ്ങൾ. ഇതെല്ലാം കൂടി വിശദീകരിക്കാനുള്ള സമയം നമുക്കില്ല എന്നുള്ളത് നിങ്ങൾക്കറിയാം. അതിൽ ആ ഹദീസുകൾ മാത്രം സൂചിപ്പിച്ചു പോകണം. ഏറ്റവും പ്രധാനപ്പെട്ടത് 2 അഭിപ്രായങ്ങൾ. വെള്ളിയാഴ്ച ഉത്തരം ലഭിക്കുമെന്ന് പറയപ്പെട്ടിട്ടുള്ള ആ സമയം ഏത്, ആ ചുരുങ്ങിയ സമയം ഏതാണ്? ഏറ്റവും പ്രധാനമായിട്ട് 2 അഭിപ്രായങ്ങൾ. ഇത് മാത്രമല്ല, ഏതാണ്ട് 40ഓളം അഭിപ്രായങ്ങൾ പണ്ഡിതന്മാർ ഇതിലെടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട 2 എണ്ണം, ഒന്ന് അന്നഹ ബഅദൽ അസ്ർ, അത് അസ്ർ നമസ്കാരത്തിന് ശേഷമാണ്. ഇതാണ് അതിൽ ഒരഭിപ്രായം. അസ്ർ നമസ്കാരത്തിന് ശേഷം സൂര്യൻ അസ്തമിക്കുന്നത് വരെയുള്ള സമയം. ആ ഹദീസ് ഏതാണ്? അബൂദാവൂദ് ജാബിർ റളിയല്ലാഹുവിൽ നിന്ന് വന്നിട്ടുള്ള നിവേദനം ചെയ്തിട്ടുള്ള ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, യൗമുൽ ജുമുഅത്തി 12 സഅ, അത് 12 സഅത്താണ്. സഅത്ത് എന്നുള്ളത് നമ്മൾ പറഞ്ഞു മണിക്കൂർ എന്നുള്ള അർത്ഥത്തിലല്ല. ലാ യുജദു മുസ്ലിമുൻ യസ്അലുല്ലാഹ അസ്സ വജല്ല ശൈഅ, അത് 12 ജുസുകളാണ് വെള്ളിയാഴ്ച. അതാണ് 12 സഅ. ലാ യുജദു മുസ്ലിമുൻ യസ്അലുല്ലാഹ അസ്സ വജല്ല ശൈഅ, അതിൽ മുസ്ലിമായ ഒരു മനുഷ്യൻ അള്ളാഹുവിനോട് ചോദിക്കുന്നു, വല്ലതും ചോദിക്കുന്നു, ഇല്ലാ ആതാഹുല്ലാഹു അസ്സ വജല്ല, ആ ചോദിച്ചത് അള്ളാഹു അവന് കൊടുത്തിട്ടല്ലാതെ, അള്ളാഹു അവന് നൽകിയിട്ടല്ലാതെ. അതുകൊണ്ട് ഫൽതമിസൂഹ ആഖിറ സഅത്തിൻ ബഅദൽ അസ്ർ, ഇതാണ് അതിന്റെ തെളിവ്. ഫൽതമിസൂഹ, നിങ്ങൾ അതിനെ അന്വേഷിക്കണം, നിങ്ങളതിനെ അന്വേഷിക്കണം. ആഖിറ സഅത്തിൻ ബഅദൽ അസ്ർ, അസ്റിന് ശേഷമുള്ള അവസാന സമയത്ത്, അസ്റിന്റെയും മഗ്രിബിന്റെയും ഇടക്ക്. ഇതാണ് അതിന്റെ തെളിവ്. ഇത് അബൂദാവൂദ് ഉദ്ധരിച്ചതാണ്. വേറെയും ചില തെളിവുകൾ ഇതിനെ ഉദ്ധരിക്കുന്നത് അബൂ ഹുറൈറ റളിയല്ലാഹുവിൽ നിന്നുള്ള ഒരു സംഭവത്തിൽ, ഒരു റിപ്പോർട്ടിൽ കാണാം. ഇത് അബൂദാവൂദ് തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. ഖാല അബ്ദുല്ലാഹി ഇബ്നു സലാം ഖദ് അലിംതു അയ്യത സഅത്തിൻ ഹിയ, അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ആ സമയം ഏതാണ് എന്നുള്ളത് എനിക്കറിയാം, ഞാനത് മനസ്സിലാക്കിയിട്ടുണ്ട്, ഞാനത് അറിഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ഉത്തരം കിട്ടുന്ന സമയം ഏതാണെന്നുള്ളത് എനിക്കറിയാം. ഖാല അബൂ ഹുറൈറ ഫഖുൽതു ലഹു ഫഅഖ്ബിർനി ബിഹാ, അബൂ ഹുറൈറ പറഞ്ഞു, ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എങ്കിൽ എനിക്കത് അറിയിച്ചു തന്നാലും. ഏതാണ് ആ സമയം? ഫഖാല അബ്ദുല്ലാഹി ഇബ്നു സലാം ഹിയ ആഖിറു സഅത്തിൻ മിൻ യൗമിൽ ജുമുഅ, അല്ലോ വെള്ളിയാഴ്ചയുടെ അവസാനത്തെ സമയമാണത്. ഫഖുൽതു, ഞാൻ ചോദിച്ചു, കൈഫ ഹിയ ആഖിറു സഅത്തിൻ മിൻ യൗമിൽ ജുമുഅ, അതെങ്ങനെ വെള്ളിയാഴ്ച അതിന്റെ അവസാന സമയമാകും?
വഖദ് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ, ലാ യുസാദിഫുഹ അബ്ദുൽ മുസ്ലിമുൻ വഹുവ യുസല്ലി, നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് അത് ലഭിക്കുക എന്നാണല്ലോ ഹദീസിലുള്ളത്. വതിൽക സഅതു ലാ യുസല്ലി ഫീഹ, അസറിന് ശേഷം ആ സമയത്ത് നിസ്കരിക്കുന്നില്ലല്ലോ, പിന്നെ അതെങ്ങനെ അസറിന്റെ അവസാന സമയത്താകും? അദ്ദേഹത്തോട് ചോദിച്ചു. കാരണം ആ ഹദീസിൽ റിവായത്തിൽ വന്നിട്ടുള്ളത് വഹുവ ഖായിമുൻ യുസല്ലി എന്നുള്ളതാണ്, നിസ്കരിച്ചു കൊണ്ടിരിക്കെ. ഫഖാല അബ്ദുല്ലാഹി ഇബ്നു സലാം, അദ്ദേഹം അതിന് കൊടുത്ത മറുപടി, അലം യഖുൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ലേ, മൻ ജലസ മജ്ലിസൻ യൻതദിറു സ്വലാത്ത, ഒരാൾ നമസ്കാരം പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ ഫഹുവ ഫീ സ്വലാത്തിൻ ഹത്താ യുസല്ലിയ, അവൻ അവന്റെ നിസ്കാരത്തിൽ തന്നെയാണ്, അവൻ നമസ്കാരം നിർവഹിക്കുന്നത് വരേക്കും നിസ്കാരം പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരാൾ ആ നിസ്കാരത്തിൽ തന്നെയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ലേ? ഖാല, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫഖുൽതു ബല, ഞാൻ പറഞ്ഞു അതെ. ഖാല, അബ്ദുല്ലാഹി ഇബ്നു സലാം പറഞ്ഞു, ഹുവ ദാക, എങ്കിൽ അതിന്റെ കാര്യം അങ്ങനെയാണ്. ഇതാണ് അതിന്റെ മറ്റൊരു തെളിവ്. ഇത് അബൂദാവൂദ് ധരിച്ച സംഭവം തന്നെയാണ്. മാത്രമല്ല ഇബ്നു റജബ് സഈദ് ബിൻ മൻസൂറിലൂടെ അബൂ സലമയിൽ നിന്നും ഉള്ള ഒരു റിപ്പോർട്ടിൽ അദ്ദേഹം പറഞ്ഞതായിട്ട് കാണാം, ഖാല ഇജ്തമഅനാ മിൻ അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികളിൽപ്പെട്ട കുറച്ചാളുകൾ അവർ ഒരുമിച്ച് കൂടിയിരുന്നു. ഫതദാക്കറു അസ്സാഅ അല്ലതി ഫി യൗമിൽ ജുമുഅ, ആ വെള്ളിയാഴ്ച ഉത്തരം കിട്ടുന്ന സമയം ഏതാണ്, അവർ അതിനെ സംബന്ധിച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു. ഫതഫറഖു, അവർ അതിൽ ഭിന്നിച്ചു. വലം യഖ്തലിഫു, എന്നാൽ അവർ ഭിന്നിച്ചില്ല. അന്നഹ ആഖിറു സഅത്തിൻ മിൻ യൗമിൽ ജുമുഅ, വെള്ളിയാഴ്ചയിലെ അത് അതിന്റെ അവസാന സമയമാണ് എന്ന കാര്യത്തിൽ അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടില്ല. ഫത്തുൽ ബാരിയിൽ എടുത്തുദ്ധരിച്ചിട്ടുണ്ട്. ഇതാണ് അതിൽ ഒന്നാമത്തതിന്റെ തെളിവ്. അതായത് അസറിന് ശേഷമാണ് ആ ഉത്തരം കിട്ടുന്ന സമയം. 40 അഭിപ്രായങ്ങൾ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 2 ആ 2 തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അഭിപ്രായം അസറിന് ശേഷമാണെന്നുള്ളതിന് തെളിവായിട്ട് ഉദ്ധരിക്കുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ. ആ 2 അഭിപ്രായങ്ങളിൽ തന്നെ പണ്ഡിതന്മാര് പലരും തർജീഹ് ചെയ്തുകൊണ്ട് പറഞ്ഞത് അസറിന് ശേഷമാണെന്നുള്ളതാണ്. വേറെ ഒരുപാട് സംഭവങ്ങളൊക്കെ എടുത്തുദ്ധരിച്ചിട്ടാണ് അവരത് പറയുന്നത്. അബ്ദുല്ലാഹി ഇബ്നു സലാമിൽ നിന്നുള്ള ഈ സംഭവമൊക്കെ എടുത്തുദ്ധരിച്ചിട്ടുണ്ട്. ഇത് തന്നെയാണ് ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി ഒക്കെ വിശദീകരിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ സമയം, ഒന്ന് അസറിന് ശേഷം. ഇനി ഉത്തരം കിട്ടുന്ന സമയത്ത് രണ്ടാമത്തത്, അതായത് ഖതീബ് മിമ്പറിൽ പ്രവേശിച്ച്, ഖതീബ് മിമ്പറിൽ കയറി ആ നിസ്കാരത്തിൽ നിന്നും സലാം വീട്ടുന്നത് വരെയുള്ള സമയം. ഇതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് രണ്ടാമത് വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത്. എന്താണ് അതിന്റെ തെളിവ്? അതിന്റെ തെളിവ് ഹദീസ് തന്നെയാണ്. ഏതാണ് ഹദീസ്? ഇമാം മുസ്ലിം അബൂ ബുർദ റളിയല്ലാഹു അൻഹു, അദ്ദേഹം അബൂ മുസൽ അശ്അരി റളിയല്ലാഹുവിൽ നിന്നും നിവേദനം ചെയ്യുന്ന ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഖാല ലി അബ്ദുല്ലാഹി ഇബ്നു ഉമർ അസ്സമിഅത അബാക യുഹദ്ദിസു അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ശഅനി സഅത്തിൽ ജുമുഅ. അദ്ദേഹം പറയണം, അബൂ ബുർദ എന്നോട് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു. എന്താണ് ചോദ്യം? അസ്സമിഅത അബാക യുഹദ്ദിസു അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ശഅനി സഅത്തിൽ ജുമുഅ, വെള്ളിയാഴ്ച ഉത്തരം കിട്ടുന്ന ഒരു സമയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ആ വിഷയത്തെ സംബന്ധിച്ച് നിന്റെ ഉപ്പ വല്ലതും പ്രവാചകനിൽ നിന്ന് കേട്ടിട്ടുണ്ടോ സല്ലല്ലാഹു അലൈഹി വസല്ലം? ഖാല, അദ്ദേഹം പറഞ്ഞു, ഖുൽതു, അതായത് ഞാൻ പറഞ്ഞു, നഅം, അതെ ഞാൻ കേട്ടിട്ടുണ്ട്. സമയത്തുഹു യഖൂലു, സമയത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു, എന്റെ പിതാവ് പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താ? സമയത്തു, ഞാൻ കേട്ടിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട്. ഏതാണ് ആ സമയം? ഹിയ മാ ബൈന അൻ യജ്ലിസൽ ഇമാമു ഇലാ അൻ തുഖ്ല സ്വലാ. ഇതാണ് അതിന്റെ തെളിവ്.
അത് പറയുന്ന ആളുകൾക്കുള്ള തെളിവ് ഇതാണ്. എന്താ പറഞ്ഞത്? ഹിയ, ആ സമയം, മാ ബൈന അൻ യജ്ലിസൽ ഇമാമു ഇലാ അൻ തുഖ്ള സ്വലാത്തു, ഇമാം ഇരിക്കുന്നതിന്റെയും നമസ്കാരം നിർവഹിക്കപ്പെടുന്നതിന്റെയും ഇടക്കുള്ള സമയമാണ്. ഇത് ഇമാം മുസ്ലിമിന്റെ റിപ്പോർട്ടിലുള്ളതാണ്. ഹിയ മാ ബൈന അൻ യജ്ലിസൽ ഇമാമു, ഇമാം ഇരിക്കുന്നതിന്റെ ഇടക്ക്, ഏതുവരെ? ഇലാ അൻ തുഖ്ള സ്വലാ, നമസ്കാരം നിർവഹിക്കപ്പെടുന്നത് വരെ. ഇതാണ് ആ ഹദീസ്. ഇത് ഇമാം മുസ്ലിമിന്റെ റിപ്പോർട്ടിലുള്ളതാണ്. അപ്പോ ഇത് സുദീർഘമായിട്ടുള്ള ഒരു ചർച്ച ഇതിലുണ്ട്. നമ്മുടെ വിഷയം അതല്ല. നമ്മുടെ വിഷയം പ്രത്യേകം ഉത്തരം കിട്ടുമെന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള സമയങ്ങളും സന്ദർഭങ്ങളും വിശദീകരിച്ചു പോവുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വെള്ളിയാഴ്ച. ഈ വിഷയത്തിൽ സഹാബികളിൽ നിന്നുള്ള റിപ്പോർട്ടുകളൊക്കെ കാണാം. താബീങ്ങളിൽ നിന്ന് പലരും എന്ത് ചെയ്യും? അവർ അസ്ർ നിസ്കരിച്ചതിന് ശേഷം പള്ളിയിൽ തന്നെ ഇരിക്കും, എന്നിട്ട് അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടിരിക്കും എന്നൊക്കെ വേറെ ഒരുപാട് റിവായത്തുകളും സംഭവങ്ങളൊക്കെ ഇതിൽ വന്നിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് അള്ളാഹുവിനോട് എന്താണോ ചോദിക്കുന്നത് അത് അള്ളാഹു നൽകിയിട്ടല്ലാതെ എന്നുള്ളതാണ് നമ്മുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. അപ്പൊ ആ സമയത്തെ സംബന്ധിച്ചിടത്തോളം ഇഖ്തിലാഫ് ഉണ്ട് എന്നുള്ളത് പറഞ്ഞു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് അഭിപ്രായങ്ങൾ, ഒന്ന് ബഅദൽ അസ്ർ, അസ്ർ നമസ്കാരത്തിന് ശേഷം. രണ്ടാമത്തെ അഭിപ്രായം ഖതീബ് മിമ്പറിൽ പ്രവേശിച്ച് ആ നമസ്കാരം നിർവഹിക്കപ്പെടുന്നത് വരെയുള്ള സമയം. എന്നാൽ വെള്ളിയാഴ്ച എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അതല്ലാത്ത സന്ദർഭങ്ങളിലും ചോദിക്കേണ്ടതാണ്, പ്രാർത്ഥന അധികരിപ്പിക്കേണ്ടതാണ് ഒക്കെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ അതാണ് ഇതിൽ മനസ്സിലാക്കുന്നത്. അടുത്തത് നമസ്കാരത്തിലെ സുജൂദ്. ആ സുജൂദിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് അതിന്റെ പ്രത്യേകതകള് അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഏറ്റവും വിനയാനിതമായ ഒരു രൂപമാണ് അവന്റെ സുജൂദിലുള്ളത്. അതുകൊണ്ട് തന്നെ ഒരടിമയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനോട് അവൻ ഏറ്റവും കൂടുതൽ അടുക്കുന്ന സമയം അത് സുജൂദിലാണ്. അതുകൊണ്ട് ആ സുജൂദിൽ നിങ്ങൾ ദുആ അധികരിപ്പിക്കണം. അധികരിപ്പിക്കണമെന്ന് മാത്രമല്ല, നിങ്ങൾക്ക് ഉത്തരം ലഭിക്കാനും നല്ലത് അതാണ് എന്നുള്ളത് വേറെ റിവായത്തിലും വന്നിട്ടുണ്ട്. അതിൽ ഒന്ന് രണ്ട് റിവായത്തുകൾ. ഒന്ന് അബൂ ഹുറൈറ റളിയല്ലാഹുവിൽ എന്നുള്ള നിവേദനത്തില് സുജൂദിനെ സംബന്ധിച്ച് വന്ന ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഖ്റബു മാ യകൂനുൽ അബ്ദു മിർ റബ്ബിഹി, ഒരടിമ തന്റെ റബ്ബിനോട് ഏറ്റവും അടുക്കുന്ന സന്ദർഭം, ഏറ്റവും അടുത്തു വരുന്ന സന്ദർഭം, വഹുവ സാജിദുൻ, അവൻ സുജൂദ് ചെയ്യുന്ന ആ സന്ദർഭത്തിലാണ്. അതുകൊണ്ട് ഫഅക്സിറു അദ്ദുആ, നിങ്ങൾ അതിൽ ദുആ വർദ്ധിപ്പിക്കണം. ഇത് മുസ്ലിമിന്റെ റിപ്പോർട്ടാണ്. ഫഅക്സിറു അദ്ദുആ, ഫഅക്സിറു ദുആ, അതുകൊണ്ട് നിങ്ങൾ അതിൽ ദുആ, പ്രാർത്ഥന വർദ്ധിപ്പിക്കുക. അപ്പൊ അതില് തസ്ബീഹുകള്, ദുആകള്, അത് ഏതൊക്കെയാന്നുള്ളത് വിശദമായി പണ്ഡിതന്മാര് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ അതാണ് അതിൽ വന്നിട്ടുള്ള ഹദീസ്. ഇനി അതിൽ തന്നെ വന്നിട്ടുള്ള, ആ വിഷയത്തിൽ തന്നെ വന്നിട്ടുള്ള മറ്റൊരു ഹദീസ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൽ നിന്നുള്ളതാണ്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ വഇന്നി നുഹീതു അൻ അഖ്റഅൽ ഖുർആന റാക്കിഅൻ ഔ സാജിദൻ, റുക്കൂ ചെയ്തുകൊണ്ടും സുജൂദ് ചെയ്തുകൊണ്ടും, അല്ലെങ്കിൽ റുക്കൂഇലായിരിക്കെ സുജൂദിലായിരിക്കെ ഖുർആൻ പാരായണം ചെയ്യുന്നത് ഞാൻ വിരോധിക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ അത് രണ്ടിലും ഖുർആൻ പാരായണം ചെയ്യുന്നത് പാടില്ല. റുക്കൂഇൽ നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ മഹത്വപ്പെടുത്തണം, ആ ദുആകൾ ചെല്ലണം, ദിക്റുകൾ ചെല്ലണം. വഅമ്മ സുജൂദു, സുജൂദിലാകട്ടെ ഫജ്തഹിദു ഫിദ്ദുആ, നിങ്ങൾ ദുആയിൽ പ്രാർത്ഥിക്കുന്നതിൽ നിങ്ങൾ ഇജ്തിഹാദ് നടത്തണം, കഠിനമായി ശ്രമിക്കണം, കഠിനമായി നിങ്ങൾ പരിശ്രമിക്കണം. നിങ്ങൾ അത് നേരത്തെ പറഞ്ഞല്ലോ, ഫഅക്സിറു അദ്ദുആ, നിങ്ങൾ പരമാവധി ആ ദുആ നിങ്ങൾ ചെയ്യണം. ഫജ്തഹിദു ഫിദ്ദുആ, അതിൽ നിങ്ങൾ പരിശ്രമിക്കണം, നിങ്ങൾ അതിൽ ജിഹാദ് നടത്തണം, ദുആയിൽ അത് നിങ്ങൾ വർദ്ധിപ്പിക്കണം. എന്നിട്ട് പറഞ്ഞു ഫഖാമീനുൻ അൻ യുസ്തജാബ ലക്കും. ഫഖാമീനുൻ, ഖാമീനുൻ എന്നുള്ളതിന് ജദീർ, ഖലീഖ്, ഹരിയുൻ, ഖരീബുൻ എന്നൊക്കെയുള്ള അർത്ഥമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ദുആക്ക് ഉത്തരം കിട്ടാൻ ഏറ്റവും നല്ല സന്ദർഭം, നിങ്ങൾക്ക് നിങ്ങളുടെ ദുആക്ക് ഉത്തരം കിട്ടാൻ ഏറ്റവും അടുത്ത സന്ദർഭം, ഏറ്റവും അർഹമായ സന്ദർഭം അത്
ഈ സുജൂദാണ്. ഇത് ഹദീസിന്റെ തന്നെയാണ്. ഫഖാമിനുൻ അൻ യുസ്തജാബ ലക്കും, അൻ യുസ്തജാബ ലക്കും. അപ്പൊ ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പ്രത്യേകം പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ദുആക്ക് ഉത്തരം കിട്ടാൻ ഏറ്റവും അർഹമായിട്ടുള്ളത്, ഏറ്റവും കടപ്പെട്ടിട്ടുള്ളത് സുജൂദിൽ നിങ്ങൾ ചെയ്യുന്ന ആ ദുആണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ സുജൂദിൽ ദുആ, അതിൽ പ്രാർത്ഥനകൾ വർദ്ധിപ്പിക്കുക, ആ പ്രാർത്ഥന നിങ്ങൾ അധികരിപ്പിക്കുക, അതിൽ നിങ്ങൾ പരിശ്രമിക്കുക എന്നുള്ളത് തന്നെ ഇത് ഇമാം മുസ്ലിമിന്റെ റിപ്പോർട്ടാണ്. അപ്പൊ വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദർഭമാണ് സുജൂദ്. അത് സുന്നത്ത് നിസ്കാരത്തിലാണെങ്കിൽ അത് എത്രയുമാകാം. സുന്നത്ത് നിസ്കാരത്തിൽ അതാണ് അതിലെ മറ്റൊരു സന്ദർഭം. ഇനി മറ്റൊരു സന്ദർഭം, സംസം വെള്ളം കുളിക്കുന്ന ആ സന്ദർഭത്തിൽ ഒരാൾ ചെയ്യുന്ന ദുആ അത് അല്ലാഹു സ്വീകരിക്കും. അത് ഇതേപോലെ തന്നെ ഉത്തരം കിട്ടുന്ന ഒരു കാരണങ്ങളിൽപ്പെട്ടതാണ്, സന്ദർഭങ്ങളിൽപ്പെട്ടതായിട്ട് പണ്ഡിതന്മാർ അത് വിശദീകരിച്ചിട്ടുണ്ട്. ഹദീസുകളിൽ അത് വന്നിട്ടുണ്ട്. അതിൽ ഒരു ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സംസം വെള്ളത്തെ കുറിച്ച് പറഞ്ഞു, ഇന്നഹാ മുബാറക. സംസം എന്നത് മുബാറക്കത്താണ്, അത് അനുഗ്രഹീത ജലമാണ് സംസം വെള്ളം. വഹിയ തുആമു തുഅമിൻ വശിഫാഉ സുഖമിൻ. ഇമാം മുസ്ലിം തആലത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. അബൂദർ റളിയല്ലാഹു അൻഹു എന്നുള്ള ഹദീസാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഭക്ഷിക്കുന്നവനുള്ള ഭക്ഷണം വേണ്ടവനുള്ള ഭക്ഷണമാണത്, അതേപോലെ തന്നെ രോഗത്തിനുള്ള ശമനവുമാണത്. ഷിഫാഉ സുഖമിൻ, ഷിഫ ഇത് ഷിഫയാണ്, സുഖമ് രോഗം, രോഗത്തിനുള്ള ഷിഫയുമാണത്. അത് ബർക്കത്താണ്, അത് ഭക്ഷണമാണ്, അത് ഷിഫയാണ്, അത് ശമനവുമാണ്. ഇതേപോലെ തന്നെ ഇബ്നു മാജയുടെ റിവായത്തിൽ വന്നിട്ടുള്ളത് ജാബിർ റളിയല്ലാഹു അൻഹു നിന്നുള്ളത്, സമയത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് ഞാൻ കേട്ടു, മാഉ സംസം ലിമാ ശുരിബ ലഹു. സംസം വെള്ളം അത് എന്തിനു വേണ്ടിയിട്ടാണോ കുടിക്കുന്നത് അത് അതിനു വേണ്ടിയിട്ടുള്ളതാണ്. എന്തിനു വേണ്ടിയിട്ടാണോ സംസം വെള്ളം കുടിക്കുന്നത് അത് അതിനു വേണ്ടിയിട്ടുള്ളതാണ്. ഈ വിഷയത്തില് മഹാന്മാരായ ആളുകള്, അതേപോലെ തന്നെ നമ്മുടെ സലഫുകളായ ആളുകൾ സംസം വെള്ളം കുടിച്ചിട്ട് ദുആ ചെയ്തതും അവരുടെ ആ ദുആ സ്വീകരിക്കപ്പെട്ടതും അത് അവർക്ക് അനുഭവത്തിൽ വന്നതുമായ ഒരുപാട് സംഭവങ്ങള് സലഫുകളായ ആളുകൾ തന്നെ നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. സുദീർഘമായിട്ടുള്ള ഒരു സംഭവമാണ്. ഇപ്പൊ അവസാനം പറഞ്ഞ ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി, അതായത് സംസം വെള്ളം അതെന്തിനു വേണ്ടിയിട്ടാണോ കുടിക്കുന്നത് അത് അതിനു വേണ്ടിയിട്ടുള്ളതാണ്. അതായത് എന്തൊരാവശ്യത്തിന് വേണ്ടിയിട്ടാണോ, എന്തൊരു ഹാജത്തിന് വേണ്ടിയിട്ടാണോ അത് അതിലൂടെ അവരത് ലഭിക്കും. അതിന്റെ ആ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം നവവി റഹ്മത്തുള്ളാഹി പറഞ്ഞു, മഅനാഹു അതിന്റെ അർത്ഥം, അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് മൻ ശരിബഹു ലി ഹാജത്തിൻ നാലഹ, എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരാൾ അത് കുടിച്ചാൽ അവനത് കരസ്ഥമാക്കും, അവനത് ലഭിക്കും. വഖദ് ജറബഹുൽ ഉലമാഉ വസ്സാലിഹൂന ലി ഹാജാത്തിൻ ഉഖ്റവിയ്യ വ ദുനിയവിയ്യ. നമ്മുടെ സലഫുകളായ ആളുകൾ, സ്വാലിഹീങ്ങൾ, അതേപോലെ തന്നെ നമ്മുടെ ഉലമാക്കള് അവരത് ജറബ, അവരത് പിന്നെ ചെയ്തു നോക്കിയിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? അവരുടെ ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും കാര്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അവരങ്ങനെ ചെയ്തിട്ടുണ്ട്. ഫനാലൂഹ ബിഹംദില്ലാഹി വ ഫദ്ലിഹി, അല്ലാഹുവിന്റെ ഫദ്ല് കൊണ്ട് അവർക്ക് അത് ലഭിച്ചിട്ടുണ്ട്. ഇത് പറയുന്നത് ആരാണ്? ഇമാം നവവി റഹ്മത്തുള്ളാഹി. ഹദീസിനെ വിശദീകരിച്ചിട്ട് അദ്ദേഹം പറയാണ്, നമ്മുടെ സ്വാലിഹീങ്ങളായ ഉലമാക്കള്, സ്വാലിഹീങ്ങളോ ഉലമാക്കളോ രണ്ടാവശ്യത്തിന് വേണ്ടിയിട്ടും, ദുനിയാവിന്റെയും ഉഖ്റവിയ്യ ദുന്യവിയ്യ, ദുനിയാവിന്റെ ആവശ്യങ്ങളും പരലോകത്തിന്റെ ആവശ്യങ്ങളും അതവർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു. ഇതേപോലെ തന്നെ ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞു, മാഉ സംസം ലിമാ ശുരിബ ലഹു ഇൻ ശരിബ്തഹു റിയാത്തിഷിൻ. അദ്ദേഹം പറയുന്നത്, ദാഹിച്ചിട്ടാണ് നീ അത് കുടിക്കുന്നതെങ്കിൽ റവീത, നിന്റെ ദാഹം മാറും. വിശന്നിട്ടാണ്, വിശപ്പിന് വേണ്ടിയിട്ടാണ് നീ അത് കുടിക്കുന്നതെങ്കിൽ ശബഅത, അത് കുടിച്ചാൽ നിനക്ക് വയറ് നിറയും. അപ്പൊ എന്തൊരു ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാണോ അത് കുടിക്കുന്നത് അത് അവന് കിട്ടുന്നുള്ളതാണ്. അപ്പൊ ദാഹം കുടിക്കാനാണോ ദാഹം മാറും, വിശപ്പ് മാറ്റാനാണോ വിശപ്പ് മാറും. ഹത്താ ഇന്ന ബഅദൽ ഉലമ,
അഖദ മിൻ ഉമൂമി ഹാദൽ ഹദീസ് അന്നൽ ഇൻസാന ഇദാ കാന മരീളൻ. ഈ ഹദീസിന്റെ ആമായ അർത്ഥത്തിൽ നിന്ന് പണ്ഡിതന്മാർ മനസ്സിലാക്കിയിട്ടുണ്ട്, ഒരാൾ രോഗിയാണെങ്കിൽ വശരിബഹു ലിശിഫായി ശുഫിയ, അവനവന്റെ രോഗം മാറുന്നതിന് വേണ്ടി അത് കുടിച്ചാൽ അവനത് മുഖേന ശമനം ലഭിക്കും. ഒരാൾ മറവി മാറുന്നതിന് വേണ്ടിയിട്ട് അത് കുടിച്ചാൽ അവന്റെ മറവി മാറിക്കിട്ടും. എന്നിട്ട് അദ്ദേഹം ഇത് റിയാദ് സ്വാലിഹിന്റെ ശറഹിൽ കാണാം ഈ പറഞ്ഞത്. അതിന്റെ അവസാനം പറയുന്നത് ഇദാ ശരിബഹൂലി അയ്യഗർലിൻ അൻഫഹു, എന്തൊരു ഗർലിന് വേണ്ടിയിട്ടാണോ, ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാണോ, ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണോ അവനത് കുടിക്കുന്നത്, ആ ഉപകാരം അവന് കിട്ടും. ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചതാണ്. അപ്പൊ ഇത് സംബന്ധമായിട്ടുള്ള ഒരുപാട് റിപ്പോർട്ടുകൾ നമുക്ക് വേറെ കാണാം. അതിലേക്ക് നമ്മൾ, അത് വേറൊരു വിഷയമാണ്. അപ്പോ സംസം വെള്ളത്തിന് ഈ ഫളലുണ്ട് എന്നുള്ളത് ഹദീസുകൾ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. അത് സലഫുകൾ നമുക്ക് പഠിപ്പിച്ച് തന്നതാണ്. അത് തന്നെയാണ് ആ വിഷയത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ട നിലപാടും ഉത്തരം കിട്ടുന്ന, അല്ലെങ്കിൽ ഉത്തരം കിട്ടും എന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട വേറെ മര്യാദകളും ആദാബുകളൊക്കെ വേറെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അതാണ് അതിൽ മറ്റൊന്ന്. ഇനി നമസ്കാരത്തിന് ശേഷമുള്ള ദുആ, പ്രത്യേകിച്ച് നിർബന്ധ നമസ്കാരങ്ങൾക്ക് ശേഷം ആ സമയത്ത് ചെയ്യുന്ന ദുആ, അത് ഇതേപോലെ തന്നെ ഉത്തരം ലഭിക്കുമെന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള ദുആയാണ്. നിർബന്ധ നമസ്കാരങ്ങൾക്ക് ശേഷമുള്ള ദുആ, അതിന്റെ തെളിവ് എന്താണ്? നിർബന്ധ നമസ്കാരങ്ങൾക്ക് ശേഷം ചെയ്യുന്ന നമ്മൾ ദുആ, ഇത് നമ്മുടെ വിഷയ സംബന്ധമായിട്ട് മാത്രമാണ് നമ്മളോട് സംസാരിക്കുന്നത്. നേരത്തുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. നമസ്കാരത്തിന് ശേഷം ഒരു കൂട്ടുപ്രാർത്ഥന സമ്പ്രദായം അത് പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. അതേപോലെ തന്നെ കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുക എന്നുള്ളത് പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. അതിന്റെ തെളിവുകളൊക്കെ മുമ്പുള്ള ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ആ വിഷയത്തെക്കുറിച്ച് നമ്മൾ പരാമർശിക്കുന്നില്ല. അതിന്റെ തെളിവ് അബു ഉമാമ റളിയല്ലാഹു അൻഹു ഖാല, അദ്ദേഹത്തിൽ നിന്നുള്ള റിപ്പോർട്ടാണ്. ഖീല, ചോദിക്കപ്പെട്ടു, യാ റസൂലല്ലാഹ് അയ്യു ദുആഇ അസ്മാ. എന്താ ചോദ്യം? അല്ലാഹുവിന്റെ റസൂലേ, അയ്യു ദുആഇ അസ്മാ, അല്ലാഹു സുബ്ഹാനഹു വ തആല, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതൽ കേൾക്കുന്ന, അല്ലെങ്കിൽ ഏറ്റവും ഉത്തരം കിട്ടുന്ന ദുആ ഏതാണ്? എന്താണ് ചോദ്യം? യാ റസൂലല്ലാഹ് അയ്യു ദുആഇ അസ്മാ, ഏറ്റവും ഉത്തരം കിട്ടുന്ന ദുആ ഏതാണ്? ഖാല, സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജൗഫൽ ലൈലിൽ ആഖിരി, രാവിന്റെ അന്ത്യയാമങ്ങളിൽ. അത് നേരത്തെ പറഞ്ഞു. അതേപോലെ തന്നെ വദുബറ സ്വലവാത്തിൽ മക്തൂബാത്തി, അതിൽ പ്രത്യേകം എടുത്ത് പറഞ്ഞതാണ് നിർബന്ധ നിസ്കാരങ്ങൾക്ക് ശേഷം. മക്തൂബാത്ത് നിർബന്ധം, വദുബറ സ്വലവാത്തിൽ മക്തൂബാത്ത് നിർബന്ധ നിസ്കാരങ്ങൾക്ക് ശേഷവും രാത്രിയുടെ അതിന്റെ അവസാന സമയത്തും നിങ്ങൾ ചെയ്യുന്ന ദുആ, അതാണ് ഏറ്റവും ഉത്തരം കിട്ടുന്ന ദുആ. ഹദീസ് തുർമുദി ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പൊ ഇതാണ് അതിൽപ്പെട്ട മറ്റൊന്ന്, അബൂ ഉമാമ റളിയല്ലാഹു അൻഹു എന്നുള്ള ഈ ഹദീസ്. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ദുബുർ സ്വലാത്ത് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്താണ്? അതില് ആ മസലയെ സംബന്ധിച്ച് പണ്ഡിതന്മാർ ധാരാളം ചർച്ച ചെയ്തിട്ടുണ്ട്. അതില് രണ്ട് അഭിപ്രായങ്ങളാണ് അതിലുള്ളത്. ദുബുർ സ്വലാത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇവിടെ രണ്ട് അഭിപ്രായങ്ങൾ. ഒന്ന് ഖബ്ല സലാം, മറ്റൊന്ന് ബഅദ സലാം. അതൊന്ന് തള്ളിയിട്ട് മറ്റൊന്ന് നമുക്ക് സ്വീകരിക്കാൻ പറ്റൂല. മുൻഗാമികളും പിൻഗാമികളും ഈ രണ്ട് അഭിപ്രായം സ്വീകരിച്ചിട്ടുണ്ട്. ചില ആളുകള്, ചില പണ്ഡിതന്മാരുടെ ചില ഫത്വകൾ മാത്രം എടുത്തുദ്ധരിക്കുമ്പോൾ ചിലപ്പോൾ അബദ്ധങ്ങൾ സംഭവിക്കും. ആ വിഷയത്തിന്റെ പൂർണ്ണമായ ഭാഗങ്ങൾ എടുത്തുദ്ധരിക്കാതെ ചില പണ്ഡിതന്മാരുടെ ചില ഫത്വകൾ മാത്രം എടുത്തുദ്ധരിക്കുന്നത് പലപ്പോഴും നമുക്ക് പ്രയാസം ഉണ്ടാകും. അതൊരു ശരിക്കും അതിന്റെ ബാക്കിയുള്ള ഭാഗങ്ങളും ബാക്കിയുള്ള അഭിപ്രായങ്ങളും കൂടി പരിശോധിച്ചിട്ടേ അത്തരത്തിലുള്ള കാര്യങ്ങൾ പറയാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ എന്താവും ചോദിച്ചാല് അതിന് നേരെ തിരിച്ചുള്ളത് ബിദ്അത്താണെന്നോ ഹറാമാണെന്നുള്ളതോ ആളുകൾ മനസ്സിലാക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അതൊക്കെ വളരെ സൂക്ഷ്മമായിട്ട് കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങളാണ്. ഇല്ലെങ്കിൽ ഇത് ഏതൊരു വിഷയത്തിലാണെങ്കിലും
കാരണം ഈ വിഷയത്തിൽ രണ്ട് നിലപാട് സ്വീകരിച്ച ആളുകളുണ്ട്. അത് സുദീർഘമായി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഈ ഇവിടെ ദുബുർ സ്വലവാത്ത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ആ വിഷയത്തിൽ പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങള്, ചർച്ചകള്, അത് വേറൊരു സന്ദർഭത്തിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വിഷയത്തിൽ വന്നിട്ടുള്ള രണ്ട് അഭിപ്രായങ്ങളിൽ ഒന്ന് ഖബ്ല സലാം, സലാം വീട്ടുന്നതിന്റെ മുമ്പാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദുബൂർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖബ്ല സലാം, നമസ്കാരത്തിൽ നിന്നും സലാം വീട്ടുന്നതിന്റെ മുമ്പ്. രണ്ടാമത്തെ അഭിപ്രായം ബഅദ സലാം, നമസ്കാരത്തിൽ നിന്ന് സലാം വീട്ടിയതിന് ശേഷം. ഈ രണ്ട് അഭിപ്രായം സ്വീകരിച്ച ആളുകള് മുൻഗാമികളിലുണ്ട്, പിൻഗാമികളിലുണ്ട്. അപ്പൊ ഒന്ന് തള്ളിയിട്ട് മറ്റേ നമുക്ക് സ്വീകരിക്കാൻ പറ്റും. രണ്ടിനും അതിൻ്റെതായ തെളിവുകൾ ഉണ്ട്. ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി, അതേപോലെ തന്നെ ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി, ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി, ഇവരൊക്കെ തർജീഹ് ചെയ്തുകൊണ്ട് പറയുന്നത് ഖബ്ല സലാം, നമസ്കാരത്തിൽ നിന്നും സലാം വിട്ടുന്നതിന്റെ മുമ്പാണ് ഈ ദുബൂർ സ്വലാ, അതായത് നിസ്കാരത്തിൽ തന്നെ. കാരണം നമ്മൾ അള്ളാഹുവിനോട് ഒരു കാര്യം ചോദിക്കുമ്പോൾ നമ്മൾ നിസ്കാരം എന്നുള്ളത് മുനാജാത്താണല്ലോ അള്ളാഹുവിനോട്. ആ മുനാജാത്തിൽ നിന്ന് തിരിഞ്ഞിട്ട് പിന്നെ നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുക എന്നുള്ളത്, അങ്ങനെ ഒരുപാട് തെളിവുകളും കാര്യങ്ങളൊക്കെ അവരതിനെ വിശദീകരിക്കുന്നുണ്ട്. അത് മറ്റൊരു ചർച്ചയാണ്, നമുക്കതിന് സമയം ഉണ്ടാവും. അപ്പോ ഇവരൊക്കെ എന്താണ് ഖബ്ല സലാമി, ഇവിടെ ദുബൂർ സ്വലാത്ത് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖബ്ല സലാമി, നമസ്കാരത്തിൽ നിന്നും സലാം വിട്ടുന്നതിന്റെ മുമ്പാണ്. അതിൻ്റെതായ തെളിവുകളും കാര്യങ്ങളും അവർ ധരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ബഅദ സലാമി, അത് നമസ്കാരത്തിൽ നിന്ന് സലാം വീട്ടിയതിനു ശേഷമാണ് എന്നുള്ളതാണ് അതിൽ രണ്ടാമത്തെ അഭിപ്രായം. അതിനും അതിൻ്റെതായ തെളിവുകൾ പണ്ഡിതന്മാർ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇബ്നു ഹജർ അദ്ദേഹം പറയുന്നത് അത് സലാം വീട്ടിയതിന് ശേഷമാണ്. ഇബ്നു ഹജറുൽ അസ്കലാനി, ഹാഫിദ് ഇബ്നു ഹജർ. അതേപോലെ തന്നെ ആ വിഷയത്തിൽ ലജ്നത്ത് ദായിമയുടെ ഫത്വ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ അബൂദാവൂദ് ഉദ്ധരിച്ച ഹദീസിൽ അതിന്റെ ഷറഹില് തന്നെ വിശദീകരിക്കുന്നത് ദുബൂർ സ്വലാത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ടുമാകാം എന്നുള്ള നിലപാടാണ്. രണ്ടും ആകാം എന്നുള്ള നിലപാടാണ്. അപ്പൊ അവനുൽ മഅബൂദില് ഒരു ഹദീസ്, ഏത് ഹദീസ്? മുആദ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു ഹദീസ് ഉണ്ട്, നമ്മളത് പഠിച്ചിട്ടുണ്ട്. മുആദിനെ വിളിച്ചിട്ട് ഉപദേശിക്കുന്ന ഹദീസ് ഉണ്ടല്ലോ, ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു മുആദ്. ഈ ഹദീസ് രണ്ടു കൂട്ടരും തെളിവ് പിടിക്കുന്നുണ്ട്. സലാം വിട്ടുന്നതിന്റെ മുമ്പാണെന്ന് പറയുന്ന ആളുകളും സലാം വിട്ടിയതിനു ശേഷമാണെന്ന് പറയുന്ന ആളുകളും, രണ്ടു കൂട്ടർക്കും തെളിവ് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ. ആ ഹദീസിൽ കാണാം ഊസിക യാ മുആദ് ലാ തദഅന്ന ഫീ ദുബരി കുല്ലി സ്വലാത്തിൻ തഖൂലു അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക. ഇവിടെ ലാ തദഅന്ന ഫീ ദുബരി കുല്ലി സ്വലാത്തിൻ, ഇതിന്റെ ഒരു റിവായത്തിലുള്ളത്. ആ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് അബൂദാവൂദിന്റെ ഷറഹ് അവനുൽ മഅബൂദിൽ പറയുന്നു, ഇവിടെ ദുബുറു കുല്ലി സ്വലാത്തിൻ എന്നതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? അദ്ദേഹം പറയുന്നത് ഐ അഖിബഹ വ ഖൽഫഹ, അത് നിസ്കാരത്തിന് ശേഷം, ഔ ഫി ആഖിരിയ, അല്ലെങ്കിൽ അതിന്റെ അവസാനത്തിൽ, തശഹുദു അതിനുശേഷം. അപ്പൊ രണ്ടഭിപ്രായങ്ങളും വരെ പറഞ്ഞിട്ടുണ്ട്. ദാവനുൽ മഅബൂദിന്റെ ഉദ്ധരണിയാണ്. അദ്ദേഹം രണ്ടും പറഞ്ഞു. ഇവിടെ ദുബുർ കുല്ലി സ്വലാത്ത് കൊണ്ടുള്ള ഉദ്ദേശം ഐ അഖിബഹ വ ഖൽഫഹ, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിസ്കാരത്തിന് ശേഷം, അത് സലാം വിട്ടതിന് ശേഷം. ഔ ഫി ആഖിരിഹ, അല്ലെങ്കിൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിസ്കാരത്തിന്റെ അവസാനത്തിൽ, സലാം വിട്ടുന്നതിന്റെ മുമ്പ്. ഇത് ഹദീസിന്റെ ഷറഹിൽ ആര് പറഞ്ഞാണ്? അവനുൽ മഅബൂദിൽ പറഞ്ഞാണ്. ഇതേപോലെ തന്നെ സുയൂത്തി അദ്ദേഹം ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് നസായി തർജീഹ് ചെയ്യുന്നത് ഈ അഭിപ്രായമാണ്. നസായി തർജീഹ് ചെയ്യുന്നത് ഖബ്ല സലാമി, അതായത് സലാം വീട്ടുന്നതിന്റെ മുമ്പാണ് എന്നുള്ളത് ഇമാം സുയൂത്തി എടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. എന്നാൽ ഇതേ ഹദീസ് വെച്ചുകൊണ്ട് ലജ്നത്ത് ദായിമയോട് ചോദിച്ചു, അവരതിന് കൊടുക്കുന്ന മറുപടി സലാം വീട്ടിയതിന് ശേഷമാണ്. ഈ മുആദ് റളിയല്ലാഹുവിന്റെ ഇതേ ഹദീസ് എടുത്ത് ഉദ്ധരിച്ചിട്ട് ലജ്നത്ത് ദായിമയോട് ചോദിക്കുന്നുണ്ട്. 13,962 ഫത്വ നമ്പറിൽ അതിന് ചോദ്യം തന്നെ അതാണ്. ഇത് മുആദ് റളിയല്ലാഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ടല്ലോ, എന്ത്? ഓരോ നിസ്കാരത്തിന് ശേഷം അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക, ഈ ദുആ ഖബ്ല സലാമി വ ബഅദ
ഇത് പിന്നെ നിസ്കാരത്തിന്റെ സലാം വീട്ടുന്നതിന്റെ മുമ്പാണോ സലാം വീട്ടിയതിന് ശേഷമാണോ? കാരണം ദുബൂർ സ്വലാത്ത് എന്നാണല്ലോ അതിൽ വന്നിട്ടുള്ളത്. അപ്പൊ ദുബൂർ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറയുന്നത് എന്താ വെച്ചാല്, അവരൊക്കെ ദുബൂർ ഒരു സാധനത്തിന്റെ ദുബൂർ, ഒരു ജീവിന്റെ ദുബൂർ എന്ന് പറഞ്ഞാൽ അത് പുറത്തുള്ള സാധനമാണോ? ദുബൂർ എന്ന് പറഞ്ഞാൽ പിൻഭാഗം, നമ്മൾ ഇരിക്കുന്ന ആ ഭാഗത്തിനാണ് ദുബൂർ. അപ്പൊ അവര് പറയുന്നത് ഒന്നിന്റെ ദുബൂർ അതിന്റെ പുറത്തുള്ള ഒന്നാണോ? അല്ലല്ലോ, അതതിന്റെ ഭാഗം തന്നെയാണ്. അങ്ങനെ എന്റെ വിശദീകരണങ്ങൾ വേറെ ഒരുപാട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് അതിൽ തന്നെ പെട്ടതല്ല. അപ്പൊ ദുബൂർ സ്വലാത്ത് സ്ഥലത്ത് പെട്ടത് തന്നെയാണ്, അതിന്റെ പുറത്തുള്ള സാധനം അല്ല. ഒരു ജീവിന്റെ ദുബൂർ എന്ന് പറഞ്ഞാല് അത് അതിന്റെ ഭാഗം തന്നെയല്ലേ, അത് വേറെ പുറത്തുള്ള സാധനം. അപ്പൊ അങ്ങനെയുള്ള ഇത് ലജ്നത്ത് ദായിമയോട് ചോദ്യതാണ് ദുബൂർ സ്വലാത്ത് എന്നാണല്ലോ പറഞ്ഞത്. മുആദ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു കൊടുത്ത പിന്നെ ഈ ദുആ അത് സലാം വീട്ടുന്നതിന്റെ മുമ്പാണോ സലാം വീട്ടിയതിന് ശേഷമാണോ? അതിന് ലജ്നത്ത് ദായിമ കൊടുക്കുന്ന മറുപടി അൽ മുറാദ് ബി ദുബൂരി സ്വലാത്തി ഫിൽ ഹദീസിൽ മദ്കൂർ, പറയപ്പെട്ട ഹദീസിൽ വന്നിട്ടുള്ള ദുബൂർ കൊണ്ടുള്ള ഉദ്ദേശം ബഅദ തസ്ലീം മിൻഹ, നിസ്കാരത്തിൽ നിന്നും സലാം വീട്ടിയതിന് ശേഷം. യുഫസ്സിറു ദാലിക മാ വറദ ഫി ഹദീസി ഫുഖറാഇൽ മുഹാജിരീൻ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് വേറെ ഹദീസ് അവർ തെളിവായിട്ട് ഉദ്ധരിക്കുന്നു. പിന്നെ മുഹാജിരീങ്ങളായ ഫുഖറാക്കളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, നിങ്ങൾ ഓരോ നമസ്കാരത്തിന്റെ ശേഷം എന്ത് ചെയ്യണം? 33 പ്രാവശ്യം നിങ്ങൾ തസ്ബീഹ് ചൊല്ലണം, തക്ബീർ ചൊല്ലണം, ഹംദ് ചൊല്ലണം എന്ന് പഠിപ്പിച്ചു കൊടുത്ത ഹദീസ്. അപ്പൊ എന്നിട്ട് ഈ ഹദീസ് അവർ തെളിവ് പിടിക്കുന്നത് എന്തിനാണ്? വമഅലൂമുൻ അന്ന ഹാദ ദിക്റ ബഅദ സലാം മിനസ് സ്വലാം. എല്ലാവർക്കും അറിയപ്പെട്ട കാര്യമാണ് എന്ത് ഈ ദിക്ർ? എപ്പോഴാ? സലാം വീട്ടിയതിന് ശേഷമല്ലേ? അല്ല ഞാൻ സുബ്ഹാനല്ലാഹ് നമസ്കാരത്തില അല്ല. അപ്പൊ ഈ ഹദീസിൽ പറഞ്ഞ എന്താ? ദുബൂർ സ്വലാത്ത് എന്നുള്ള പദം തന്നെയാണ് പ്രയോഗിച്ചിട്ടുള്ളത്. എന്നിട്ടാണ് എന്ത് പറഞ്ഞത്? നിങ്ങള് തുസബ്ബിഹൂൻ തുകബ്ബിറൂൻ. അപ്പൊ ദിക്ർ അവിടെ ദുബൂർ എന്താ അർത്ഥം? നമസ്കാരത്തിലാണോ? അല്ല, സലാം വീട്ടിയതിന് ശേഷമാണ്. ഫയകൂനു അൽ മുറാദ് ബി ദുബൂരി സ്വലാത്തി ബഅദ ഇൻതിഹാഇ സ്വലാ. അതുകൊണ്ട് ഈ ഹദീസിൽ പറയപ്പെട്ടിട്ടുള്ള ദുബൂർ കൊണ്ടുള്ള ഉദ്ദേശം ഏതാണ്? നിസ്കാരത്തിൽ നിന്ന് സലാം വീട്ടിയതിന് ശേഷമാണ്. ഇത് ലജ്നത്ത് ദായിമയുടെ ആ വിഷയത്തിൽ വന്നിട്ടുള്ള ഫത്വയാണ്. അപ്പൊ അത് വിശദമായ ചർച്ച ഉണ്ട്. ചുരുക്കത്തിൽ ഇബ്നു ഉസൈമീനൊക്കെ പറഞ്ഞതെന്ന് വെച്ചാല്, അതേപോലെ തന്നെ ഷെയ്ഖ് ഇബ്നു ബാസൊക്കെ പറഞ്ഞത്, അതിന്റെ ചുരുക്കം നിസ്കാരത്തിന് ഈ നിർബന്ധ നിസ്കാരങ്ങൾക്ക് ശേഷം പറയപ്പെട്ടിട്ടുള്ള ദിക്റാണെങ്കിൽ അവിടെ ദുബൂർ കൊണ്ടുള്ള ഉദ്ദേശം സലാം വീട്ടിയതിന് ശേഷം. അതേപോലെ തന്നെ ദുആയാണെങ്കിൽ ആ ദുബൂർ പറഞ്ഞതിന് ശേഷം നിസ്കാരത്തിന് ശേഷമുള്ള ദുആയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് സലാം വീട്ടുന്നതിന്റെ മുമ്പ്. അതാണ് ഇബ്നു ഉസൈമീനും ഷെയ്ഖ് ഇബ്നു ബാസൊക്കെ പറഞ്ഞതിന്റെ രത്ന ചുരുക്കം. അതിന് അതിൻ്റെതായ തെളിവുകളും കാര്യങ്ങളും അവര് ഉദ്ധരിക്കുന്നുണ്ട്. അപ്പൊ അതല്ല, സലാം വീട്ടിയതിന് ശേഷം ഒരാൾക്ക് ദിക്റുകളും ദുആകളും ചൊല്ലാം, ഒരു വിരോധമല്ല. അപ്പൊ ഈ പറഞ്ഞ തെളിവുകളൊക്കെ ലജ്നത്ത് ദായിമയുടെ അഭിപ്രായം. അതേപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞെന്ത് ഇബ്നു ഹജർ ശരിക്ക് ഫത്ഹുൽ ബാരിയിൽ ഒരു ബാബ് തന്നെ ഉണ്ട്, സഹീഹുൽ ബുഖാരിയില് കിതാബു ദഅവാത്തില്. അതിലാ ബാബിന്റെ ഇതാണ് ബാബു ബഅദ സ്വലാത്തി എന്നാണ് ബാബിനെ കൊടുത്തിട്ടുള്ളത്. നിസ്കാരത്തിന് ശേഷമുള്ള ദുആ, നിസ്കാരത്തിന് ശേഷമുള്ള ദുആ. അപ്പൊ നമ്മൾ ആ ദുബൂർ എടുത്ത് വെച്ചിട്ട് ഇബ്നു ഉസൈമീന്റെ ഒരു ഫത്വ എടുത്ത് തിരിച്ചിട്ട് മറ്റത് ഹറാമാണെന്നുള്ളതോ അധികം പറ്റില്ല എന്നുള്ളതാണ് ഇപ്പൊ പറഞ്ഞു വരുന്നത്. അല്ലെങ്കിൽ മറ്റത് വിദഗ്ധാന്നുള്ളത് പറയാൻ പറ്റൂല. അപ്പൊ അങ്ങനെയുള്ള ഫത്വകൾ കൊണ്ടുവരുമ്പോൾ അത് ശ്രദ്ധിക്കണം. ഇതിലിപ്പോ ബാബിന്റെ പേരിനെന്താണ്? അദ്ദുആഉ ബഅദ സ്വലാ, നിസ്കാരത്തിന് ശേഷമുള്ള ദുആ എന്ന് പറഞ്ഞിട്ടാണ്. എന്നിട്ട് ഈ ബാബ് എന്തിനാണ് ബുഖാരി കൊണ്ടുവരുന്നത്? അത് ഫത്ഹുൽ ബാരിയിൽ ഇബ്നു ഹജർ വിശദീകരിക്കുന്നത് എന്തിനാണ്? വിശദീകരിക്കുന്നത് കൂടി കേട്ടോ. ഖൗലുഹു ബാബു അദ്ദുആഉ ബഅദ സ്വലാത്തി അൽ മക്തൂബ, നിർബന്ധ നിസ്കാരങ്ങൾക്ക് ശേഷം ദുആ ചെയ്യുന്ന അധ്യായം. വഫി ഹാദിഹി തർജുമത്തി റദ്ദു അലാ മൻ സഅമ അന്ന അദ്ദുആഅ ബഅദ സ്വലാത്തി ലാ യുശ്റഉ. ഇവർക്കുള്ള മറുപടിയാണ് എന്ത്? നിസ്കാരത്തിന് ശേഷം ദുആ അല്ല എന്ന് വാദിക്കുന്നവർക്കുള്ള മറുപടിയാണ് ഈ ഹദീസ്. അപ്പൊ നിസ്കാരത്തിന്റെ ദുആ ചൊല്ലുകയാണെങ്കിൽ അത് സലാം കിട്ടുന്നതിന്റെ മുമ്പാകണം എന്നുള്ളത് പഠിക്കാൻ പറ്റില്ല. അപ്പൊ രണ്ടു കൂട്ടർക്കും അതിൻ്റെതായ തെളിവുകൾ അവർ പറഞ്ഞിട്ടുണ്ട്. പല പണ്ഡിതന്മാരും ദുആ ആണെങ്കിൽ അത് ഖബല സലാമി ആകുന്നതാണ് അഫ്ളൽ ആകണം എന്നുള്ളത് പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ സലാം വീട്ടിയതിനു ശേഷം ദുആ ചെയ്യാന്നുള്ളത് ഇവരൊക്കെ പറഞ്ഞിട്ടുണ്ട്.
ഇത് ഇബ്നു ഹജറ പറയുന്നത്. ഈ ബാബന്നെ ബുഖാരി ഇങ്ങനെ ഒരു ബാബു തന്നെ കൊടുക്കാനുള്ള കാരണം എന്താണ്? റദ്ദു, ഇത് മറുപടിയാണെന്നാണ്. മൻസഅമ, വാദിക്കുന്നവർക്ക് എന്ത്? അന്ന ദുആ ബഅദ സ്വലാത്തി ലാ യുശ്റഉ, നിസ്കാരത്തിന് ശേഷം ദുആ അത് ശർഇല്ല, അത് ശർഅ അംഗീകരിച്ചിട്ടില്ല എന്ന് പറയുന്ന ആളുകൾക്കുള്ള മറുപടി. ഏത് ഹദീസ് എന്നിട്ട് പറയുന്നു? ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിന്റെ ഹദീസാണ് ഇവർ അതിന് തെളിവായിട്ട് കൊണ്ടുവരുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹ എന്നുള്ള ഒരു ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ അൻത സലാം മിൻക സലാം എന്ന് പറയുന്ന ആ സമയത്ത് അത്ര സമയമല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കാറുണ്ടായിരുന്നില്ല. ഈ ഹദീസ് വെച്ചുകൊണ്ട് അതിനുശേഷം ദുആ അല്ല എന്ന് പറയുന്ന ആളുകൾക്കുള്ള മറുപടി. എന്നിട്ട് ഇബ്നുൽ ഖയ്യിമിന്റെ ഒരു പരാമർശം അദ്ദേഹം കൊണ്ടുവരുന്നുണ്ട്. ഏത്? ഇങ്ങനെ ഖിബിലക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് ഇമാമും മഅ്മൂമും ഇങ്ങനെ ദുആ ചെയ്യുന്നതിന് തെളിവില്ല എന്ന് പറഞ്ഞിട്ടുള്ള, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീയിൽപ്പെട്ടതല്ല എന്ന് പറഞ്ഞിട്ടുള്ള ചില ഭാഗങ്ങൾ ഇബ്നുൽ ഖയ്യിമിന്റേതായിട്ട് ഉണ്ട്. ആ ഭാഗങ്ങൾ എടുത്ത് ഉദ്ധരിക്കുന്നു. എന്നിട്ട് അതിന് ഇബ്നു ഹജർ മറുപടി കൊടുക്കുന്നത്, അതിന്റെ കുറച്ച് കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം അതിന് തെളിവുകൾ കൊണ്ടുവരാണെന്ത്? ഒരാൾക്ക് മുത്തലക്കായിട്ട് നിസ്കാരത്തിന് ശേഷം എന്നെ പാടില്ല എന്നുള്ളത് മുത്തലക്കായിട്ട് ഒരാൾക്ക് പറയാൻ പാടില്ല, അദ്ദേഹം ഇബ്നു ഹജർ പറയണേ. എന്നിട്ട് അദ്ദേഹം ആ വിഷയത്തിൽ നിസ്കാരത്തിന് ഈ ദുബുറു എന്ന് വന്നിട്ടുള്ള ഹദീസുകൾ കുറെ അദ്ദേഹം എടുത്ത് ഉപയോഗിച്ചു. എന്ത്? ഒരാൾക്കും എന്ത് പറയാൻ പറ്റൂല? നിസ്കാരത്തിന് ശേഷം ദുആ ചെയ്യുന്നത് മശ്റൂ അല്ല, അല്ലെങ്കിൽ നിസ്കാരത്തിന് ശേഷം നിർബന്ധ നിസ്കാരങ്ങൾക്ക് ശേഷം ദുആ ചെയ്യാൻ പാടില്ല എന്നുള്ളത് ഒരാൾക്കും പറയാൻ പറ്റൂല. എന്നിട്ട് അദ്ദേഹം അതിന് കുറെ ഹദീസുകൾ തെളിവുകൊണ്ടുവന്നു. എന്നിട്ട് ആ തെളിവുകൾ കൊണ്ടുവന്നതിന് ശേഷം അദ്ദേഹം ഗണ്ണിക്കുന്നത് പിന്നെന്താ പറയുക? അദ്ദേഹം പറയുന്നത് ഫൈൻ ഖീലാൽ മുറാദ് ബി ദുബരി കുലി സ്വലാത്തിൻ, ഈ ഹദീസിലൊക്കെ പറഞ്ഞിട്ടുള്ള ദുബർ കൊണ്ടുള്ള ഉദ്ദേശം ഖുർബ ആഖിറഹ വഹുവ തശഹുദ്, തശഹുദ് ആണെന്നുള്ളത് ആരെങ്കിലും പറഞ്ഞാൽ, അങ്ങനെ പറയപ്പെട്ടാൽ, ഫൈൻ ഖീല, അങ്ങനെ പറയപ്പെട്ടാൽ അതൊക്കെ തശഹുദാണ്, ആ ദുബർ കൊണ്ടുള്ള ഉദ്ദേശം അതൊക്കെ നിസ്കാരത്തിൽ തന്നെയാണ് അല്ലെങ്കിൽ തശഹുദിലാണ് എന്നൊരാൾ പറഞ്ഞാൽ, ഖുൽന, നമ്മൾ അവരോട് പറയും, ഖദ് വറദൽ അംറു ബിസിക്രി ദുബരി കുല്ലി സ്വലാത്തിൻ, ഓരോ നിസ്കാരത്തിന് ശേഷവും ദിക്ർ ചെല്ലാനുള്ള കൽപ്പന ഉണ്ടല്ലോ. വൽ മുറാദു ബിഹി ബഅദ സലാമി ഇജ്മാഅൻ, അതെന്തായാലും സലാം വീട്ടിയതിന് ശേഷമാണെന്നുള്ളതിൽ ഇജ്മാ ഉണ്ടല്ലോ. അടക്ക പറഞ്ഞിട്ടുള്ള എന്താണ്? ദുബുറാണ്. അതെന്തായാലും സലാം വീട്ടിയതിന് ശേഷമാണല്ലോ. ഫഖദഹാദ, അതേപോലെ തന്നെയുള്ളത് ഇവിടെ ദുബുറനെ പറഞ്ഞിട്ടുള്ളത്, അതേപോലെ തന്നെയാണ് ഇത്. ഹത്താ യസ്ബുതമായി ഖാലിഫു, അല്ലെങ്കിൽ ഇതിനെതിരായിട്ടുള്ള തെളിവുകൾ സ്ഥിരപ്പെടുന്നു, അതുവരെ, ഇതിനെതിരായിട്ടുള്ള തെളിവുകൾ കൊണ്ടുവരുന്നത് വരേക്കും. അപ്പൊ അദ്ദേഹം ആ ചർച്ച, അങ്ങനെ വിശദമായിട്ടുള്ള ഒരു ചർച്ച അദ്ദേഹം അവിടെ നടത്തുന്നുണ്ട്. അതിന്റെ ചെറിയ ചില ഭാഗങ്ങൾ മാത്രമാണ്. ഈ കിതാബ് ദാവത്തിലും പോയാൽ നിങ്ങൾക്ക് ആ ചർച്ച കിട്ടും സ്വഹീഹുൽ ബുഖാരിയില്. അപ്പൊ എന്താണെങ്കിലും അത് മറ്റൊരു വിഷയമാണ്. അതില് ഞങ്ങളുടെ മനസ്സിൽ സംശയങ്ങൾ ഉണ്ടാകാൻ പാടില്ല. കാരണം സുദീർഘമായിട്ടുള്ള ഒരു ചർച്ചയാണ്. അത് ചുരുക്കത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ ദുബൂറു കുല്ലി സ്വലാത്തിൻ എന്നുള്ളത് കൊണ്ട് ആ മസലയിലെ രണ്ട് അഭിപ്രായങ്ങളും പണ്ഡിതന്മാരിൽ നിന്ന് വന്നിട്ടുണ്ട്. അത് ഖബ്ല സലാമി, സലാം വീട്ടുന്നതിന്റെ മുമ്പ്, അല്ലെങ്കിൽ ബഅദ സലാമി, സലാം വീട്ടിയതിന് ശേഷം. അത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അഭിപ്രായങ്ങളും ചർച്ചകളും അതിലുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ഇത്രയും വിഷയങ്ങളാണ് ഇന്ന് നമ്മൾ സൂചിപ്പിച്ചത്. ഇനിയും ഇതല്ലാത്ത പ്രത്യേകം സ്ഥലങ്ങളുണ്ട്, സമയങ്ങളുണ്ട് ഉത്തരം കിട്ടുന്ന, അതൊക്കെ നമുക്ക് അന്വേഷിക്കാവുന്നതാണ്. ലൈലത്തുൽ ഖദറിന്റെ രാവ്, അതേപോലെ തന്നെ ഹജ്ജിന്റെ ഉംറയുടെ സന്ദർഭങ്ങൾ, അതൊക്കെ നമുക്ക് വേറെ മനസ്സിലാക്കാം, വേറെ നമുക്ക് പഠിക്കാം. അറഫയിൽ അങ്ങനെ ഒരുപാട് സന്ദർഭങ്ങളും സ്ഥലങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ മനസ്സിലാക്കുക, വിഷയങ്ങൾ പഠിക്കുക. ചുരുക്കത്തിലാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. വിഷയങ്ങൾ പഠിക്കുക. അല്ലാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നവരുടെ സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وآخر دعوانا الحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله.